ഹലോ ഹലോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം കുറച്ച് എസ്തറ്റിക് ആക്കാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് തുടങ്ങാം. നല്ല തണുപ്പുള്ള ഈവനിങ്ങിൽ ചൂടോടെ എന്തെങ്കിലും കഴിച്ച് കുറച്ചൊക്കെ ഇരിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ. ആ ചിന്തയിലാണ് എന്നാൽ പിന്നെ മുട്ട പപ്സ് ഉണ്ടാക്കിയാലോ എന്ന് വരുന്നത്. ഇക്ക ആൻഡ് അയാൻ ടീമിൻ്റെ ഫുൾ സപ്പോർട്ട്. മുട്ട പപ്സിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ വാപ്പച്ചി ഈവനിങ്ങിൽ ജംഗ്ഷനിൽ പോകുമായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടും. വാപ്പച്ചി വരുമ്പോൾ ഐസ്ക്രീം, ഡയറി മിൽക്ക്. ഒരു ദിവസം ഞാൻ പറഞ്ഞു വരുമ്പോൾ എനിക്ക് മുട്ട പപ്സ് വാങ്ങിയിട്ട് വരാൻ. പാപ്പച്ചി കേട്ടത് എന്താണെന്നറിയോ? മുട്ടക്കോസ്. തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ ക്യാബേജുമായിട്ടാണ് വന്നത്. നിങ്ങളുടെ നാട്ടിൽ മുട്ടക്കോസ് എന്ന് ക്യാബേജിന് പറയാറുണ്ടോ? അതെ, സ്കൂള്, കോളേജ്, വർക്ക് ടൈമിൽ ഒക്കെ ഫ്രണ്ട്സുമായിട്ട് പപ്സും ജ്യൂസും കഴിക്കാൻ ബേക്കറി വരെ പോകാത്ത യങ്സ്റ്റേഴ്സ് വളരെ കുറവായിരിക്കുമല്ലേ കേരളത്തിൽ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പപ്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അയാന് ഇഷ്ടമുള്ള ഇൻസൈഡ് ഔട്ട് മൂവിയൊക്കെ വെച്ച് കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങളുടെ സായാൻ അങ്ങനെ കടന്നുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ദാറ്റ് മല്ലു നെക്സ്റ്റ് ഡോർ. താങ്ക് യു. ബൈ.